ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ചെട്ടിനാട് സ്റ്റൈൽ കാട പെപ്പർ ഫ്രൈ എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നാണ് കാണിക്കുന്നത്. ആക്ച്വലി ഇതൊരു ഡ്രൈ റോസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിക്കൻ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഈ ഒരു കാടയിറച്ചി നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം ചിക്കൻ കഴിക്കുന്നതിനേക്കാൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു കാടയിറച്ചിക്കുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയെന്ന് കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുകൂടി എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രം ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ ഫോണിൽ അപ് ടു ഡേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ ഒരു ചെട്ടിനാട് സ്റ്റൈൽ കാട പെപ്പർ ഫ്രൈ എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 കാടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കത്തി വെച്ച് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ മസാല ഉള്ളിലോട്ട് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് മസാല ആദ്യം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇനി മസാല തയ്യാറാക്കാനായിട്ട് ഒരു ചൂടായ പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ എള്ളെണ്ണ, അതെല്ലാം എന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് 2 ഏലക്കായ, 1/2 ഇഞ്ച് കഷ്ണത്തിൽ പട്ട, 2 ഗ്രാമ്പൂ, 2 ഉണക്കമുളക്, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരുംജീരകം, 2-3 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു മണം വരും ഇതൊന്ന് എണ്ണയിൽ കിടന്ന് വഴന്ന് വരുന്ന സമയത്ത്. അപ്പോൾ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് സോഫ്റ്റായി വരട്ടെ, അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളി ഏകദേശം ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഉള്ളി നല്ല സോഫ്റ്റായി വരുന്നവരെ വീണ്ടും നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളി ഇതുപോലെ നല്ല സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് 1/2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല ചെറിയ തക്കാളി എന്നുണ്ടെങ്കിൽ 1 വരെ ചേർത്ത് കൊടുക്കുക. അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ ഒരു മസാലയിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിതൊരു 2 മിനിറ്റ് ആ ഒരു മസാലയുടെ ചുവയൊക്കെ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് മതിയാവും. ഈ ഒരു പൊടികളൊക്കെ എണ്ണയിൽ കിടന്ന് മൂത്ത് എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു സമയത്ത് ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ ഒരു മസാല നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇത് 2 മിനിറ്റ് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കാട ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കാട ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാട 2 പീസായിട്ട് കട്ട് ചെയ്യുക, അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ, കാരണം കാട ചെറിയതല്ലേ. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മസാലയൊക്കെ കാടയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഈ ഒരു കാട കുക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ ഉപ്പും എരിവൊക്കെ ഇല്ലേ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്തായിട്ട് ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു കുരുമുളക് പൊടി നന്നായിട്ട് ഈ ഒരു മസാലയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് മതിയാവും. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് കാട ഓൾമോസ്റ്റ് കുക്കായി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇത് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യേണ്ട, ഇത് ഓപ്പൺ ചെയ്തിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ ഈ ഒരു ഗ്രേവി ഒന്ന് തിക്കായി കിട്ടണം. ഇതിനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഈ ഒരു ഗ്രേവി നല്ല ഡ്രൈ ആക്കി എടുക്കണം. കാരണം നമ്മളിത് പെപ്പർ ഡ്രൈ ഫ്രൈ ആണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രേവി നല്ല ഡ്രൈ ആക്കി എടുക്കണം. അതിനനുസരിച്ച് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഇനി നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ടൈപ്പാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല ഡ്രൈ ആയി വരട്ടെ, അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഈ ഒരു മസാല നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കംപ്ലീറ്റ് മസാല ആ ഒരു കാടയിറച്ചിയിൽ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കുറച്ച് മല്ലിയില തൂവി കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇത് ഒരുപാട് നേരം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെട്ടിനാട് സ്റ്റൈൽ കാട പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതൊരു ഫ്രൈ റെസിപ്പി അല്ല, ആക്ച്വലി ഇതൊരു ഡ്രൈ റോസ്റ്റ് റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ചിലർക്ക് കുറച്ച് ഗ്രേവി ടൈപ്പ് ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അങ്ങനെയുള്ളവരോട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ആ ഒരു ഗ്രേവി കുറച്ച് തിക്കായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം ആ ഒരു സമയത്ത് തന്നെ. പിന്നെ ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരുപാട് സ്പൈസി ആക്കിയിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ആ ഒരു പെപ്പറിൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വൈകാതെ കാണാം. അതുവരേക്കും ബൈ.